ഹായ് ഓൾ, എല്ലാവർക്കും കരിയർ മേക്കറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ എത്തിയിരിക്കുന്നത് RRB അതുപോലെ SSC ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് സയൻസുകളുടെ ടോപ്പിക്കിൻ്റെ ഡിസ്കഷനുമായിട്ടാണ്. അപ്പം ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഡൈജസ്റ്റീവ് സിസ്റ്റമാണ്. ഡൈജസ്റ്റീവ് സിസ്റ്റം ഡയഗ്രാമൊന്നും നമുക്ക് ആവശ്യമില്ല. കോമ്പറ്റേറ്റീവ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡൈജസ്റ്റീവ് സിസ്റ്റത്തെ സംബന്ധിക്കുന്ന കുറച്ച് പോയിന്റ്സുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും എല്ലാവർക്കും അറിയാം ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ എന്താണ് നടക്കുന്നത്, ഡൈജഷനാണ് നടക്കുന്നത്. പക്ഷേ ഡൈജഷൻ മാത്രമായിട്ട് നമുക്ക് ഡൈജസ്റ്റീവ് സിസ്റ്റം പഠിക്കാൻ വേണ്ടി പറ്റത്തില്ല. അപ്പം പറയുമ്പം ന്യൂട്രീഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സും എന്താണ് ന്യൂട്രീഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സിൻ്റെ 5 ഘടകങ്ങൾ അല്ലെങ്കിൽ 5 പാർട്ടുകളെന്നും മനസ്സിലാക്കി വെക്കണം. ഈ 5 പാർട്ട് ഓഫ് ന്യൂട്രീഷൻ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഡൈജസ്റ്റീവ് സിസ്റ്റത്തെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പം ന്യൂട്രീഷൻ എന്ന പ്രോസസ്സിനെ പ്രധാനമായിട്ട് 5 സ്റ്റെപ്പുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. 5 സ്റ്റെപ്പുകൾ. ഒന്നാമത്തെ ഇതാണ് ഇഞ്ചക്ഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് ഇഞ്ചക്ഷൻ ആണ്. സെക്കൻഡ് സ്റ്റെപ്പ് ഡൈജഷൻ ആണ്. മൂന്നാമത്തെ സ്റ്റെപ്പ് ഡൈജസ്റ്റഡ് ആയിട്ടുള്ള ഫുഡിനെ ബോഡി അബ്സോർവ് ചെയ്യുന്നതാണ്. നാലാമത്തത് അബ്സോർവ് ചെയ്ത ഫുഡിനെ ബോഡി യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് അസിമിലേഷൻ എന്ന് പറയുക. അഞ്ചാമത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് ഡെഫിക്കേഷനാണ്. അപ്പം ഇത്രയും പ്രോസസ്സുകളാണ് പ്രധാനമായിട്ടും ന്യൂട്രീഷനിൽ വരിക. അപ്പോൾ ഇതിൽ ഓരോ പ്രോസസ്സുകളും നടക്കുന്നത് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഓരോ പാർട്ടുകളിലായിട്ടാണ്. ഇപ്പോൾ ന്യൂട്രീഷൻ്റെ ഈ ഒരു പ്രോസസ്സും ഈ ഓരോ പാർട്ടുകളും നടക്കുന്ന ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ വിവിധ പാർട്ടുകളെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും ഒന്നാമത്തെ പാർട്ട് നിങ്ങൾക്ക് കാണാം ഇഞ്ചക്ഷനാണ്. ഇഞ്ചക്ഷൻ ന്യൂട്രീഷൻ്റെ ഒന്നാമത്തെ പാർട്ട് എന്ന് പറയുന്നത് ഇഞ്ചക്ഷനാണ്. എന്തായിരിക്കും ഇഞ്ചക്ഷൻ? വാട്ട് ഈസ് ഇഞ്ചക്ഷൻ? എന്ന് പറയാം ഫുഡിൻ്റെ ഇൻടേക്ക്, ഫുഡിൻ്റെ അകത്തേക്കുള്ള ഇൻടേക്ക്, അതിനെയാണ് എന്ത് പറയുക? ഇഞ്ചക്ഷൻ എന്ന് പറയുക. ഇൻടേക്ക് ഓഫ് ഫുഡ്, ഇൻടേക്ക് ഓഫ് ഫുഡ്. സ്വാഭാവികമായിട്ടും ഇൻടേക്ക് ഓഫ് ഫുഡ് അതിനെയാണ് ഇഞ്ചക്ഷൻ എന്ന് പറയുക. ഈ ഇഞ്ചക്ഷൻ നടക്കുന്നത് എവിടെയാണ് എന്നുള്ള ഇമ്പോർട്ടൻ്റ് ആണ്. ദ പ്രോസസ് ഓഫ് ടേക്കിംഗ് ഫുഡ് ഇൻ ടു ദ മൗത്ത്. മൗത്ത് അല്ലെങ്കിൽ വേറൊരു രീതിയിൽ പറയാം, മൗത്ത് അല്ലെങ്കിൽ ബക്കൽ ക്യാവിറ്റി, ബക്കൽ ക്യാവിറ്റി അല്ലെങ്കിൽ ഓറൽ ക്യാവിറ്റി. 3 രീതിയിൽ ഡിഫൈൻ ചെയ്യാറുണ്ട്. മൗത്ത് അല്ലെങ്കിൽ ബക്കൽ ക്യാവിറ്റി അല്ലെങ്കിൽ ഓറൽ ക്യാവിറ്റി. ബക്കൽ ക്യാവിറ്റി അല്ലെങ്കിൽ ഓറൽ ക്യാവിറ്റി അല്ലെങ്കിൽ മൗത്ത് വഴിയുള്ള ഫുഡിൻ്റെ ഇൻടേക്ക്, അതിനെയാണ് എന്ത് പറയുക? ഇഞ്ചക്ഷൻ എന്ന് പറയുക. അപ്പോൾ ന്യൂട്രീഷൻ്റെ ഒന്നാമത്തെ പ്രോസസ്സ് ഇഞ്ചക്ഷൻ. ഫുഡിൻ്റെ ഇൻടേക്ക് നടക്കുന്നത് ഏത് പാർട്ട് വഴിയാണ്? മൗത്ത് അല്ലെങ്കിൽ ബക്കൽ ക്യാവിറ്റി. അപ്പോൾ മൗത്ത് അല്ലെങ്കിൽ ബക്കൽ ക്യാവിറ്റി വഴി ഫുഡിൻ്റെ ഇൻടേക്ക് കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ അവിടെ ഏത് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ്? ഇഞ്ചക്ഷൻ കഴിഞ്ഞു ഡൈജഷൻ എന്നുള്ള പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. എങ്ങനെയാണ് മൗത്തിലെത്തുന്ന ഫുഡിൽ ഡൈജഷൻ എന്നുള്ള പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുക? മൗത്തിൽ ഫുഡ് എത്തിക്കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും സലൈവറി ഗ്ലാൻഡുകളുണ്ട്, സലൈവറി ഗ്ലാൻഡ്സ് ഉണ്ട്. സലൈവറി ഗ്ലാൻഡുകൾ നടത്തുന്ന സെക്രീഷൻ എല്ലാവരും ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. ഏതാണ് സെക്രീഷൻ വരിക? സെക്രീഷൻ വരിക സലൈവയാണ്. സെക്രീഷൻ ഓഫ് സലൈവ, സലൈവയുടെ സെക്രീഷൻ വരുന്നു. സെക്രീറ്റ് ചെയ്യുന്ന ഗ്ലാൻഡ് ആരാണ്? സലൈവറി ഗ്ലാൻഡ്സ്. എവിടെയാണ് ഈ സെക്രീഷൻ വരിക? മൗത്തിൽ. ഫുഡ് മൗത്തിലെത്തി കഴിയുമ്പോൾ ഡൈജസ്റ്റീവ് പ്രോസസ്സ്, ഇഞ്ചക്ഷൻ എന്നുള്ള പ്രോസസ്സ് കഴിഞ്ഞു, ഇൻടേക്ക് ഓഫ് ഫുഡ് കഴിഞ്ഞു, നെക്സ്റ്റ് പ്രോസസ്സായിട്ടുള്ള ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ഈ ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സലൈവറി ഗ്ലാൻഡ്സ് എന്ത് സെക്രീറ്റ് ചെയ്യുന്നു? സലൈവ എന്നുള്ള സെക്രീഷൻ സെക്രീറ്റ് ചെയ്യുന്നു. എന്താണ് സലൈവയിലുള്ള സലൈവയിൽ അടങ്ങിയിട്ടുള്ള എൻസൈം, ഡൈജസ്റ്റീവ് പ്രോസസ്സുകളെ കൺട്രോൾ ചെയ്യുന്ന എൻസൈം എന്നുള്ള ഇമ്പോർട്ടൻ്റ് ആണ്. സലൈവറി അമിലേസ്, നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അമിലേസ്, സലൈവറി അമിലേസ് ആണ് സലൈവയിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എൻസൈം എന്ന് പറയാം. എന്തായിരിക്കും അമിലേസിൻ്റെ ഫങ്ഷൻ? വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് അമിലേസ് എന്നുള്ള പോയിന്റ് കൂടി ഇവിടെ ഓർത്ത് വെക്കണം. സ്റ്റാർച്ചിനെ സിമ്പിൾ ഷുഗറായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു ഫങ്ഷനാണ് ആര് ചെയ്യുക? അമിലേസ് ചെയ്യുക. അമിലേസ് കൺവേർട്സ് സ്റ്റാർച്ച് ഇൻറ്റു സിമ്പിൾ ഷുഗർ. അപ്പോൾ ഇത്രയും പോയിന്റ് ഓർത്ത് വെക്കുക. സലൈവറി ഗ്ലാൻഡ്സ് എന്ത് സെക്രീറ്റ് ചെയ്യുന്നു? സലൈവ സെക്രീറ്റ് ചെയ്യുന്നു. സലൈവയിലുള്ള എൻസൈം ഏതാണ്? അമിലേസ് ആണ്. അമിലേസിന്റെ ഫങ്ഷൻ എന്താണ്? അമിലേസിന്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർച്ചിനെ സിമ്പിൾ ഷുഗറായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതായത് കാർബോഹൈഡ്രേറ്റിനെ അതിൻ്റെ ഒരു സിംപ്ലസ്റ്റ് യൂണിറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ ഒന്നെങ്കിൽ അമിലേസ് എന്ന് പറയാം, ഇല്ലെങ്കിൽ വേറൊരു രീതിയിലും ഈ എൻസൈം ചോദിക്കാറുണ്ട്, ടാലിൻ എന്നുള്ള എൻസൈം കണ്ടു കഴിഞ്ഞാൽ എവിടുത്തെ എൻസൈം തന്നെയാണ്? സലൈവയിലുള്ള എൻസൈം തന്നെയാണ്. അപ്പോൾ എൻസൈമുകൾ ഓർത്ത് വെക്കുക. ഒന്നെങ്കിൽ സലൈവറി അമിലേസ് ചോദിക്കാം, അല്ലെങ്കിൽ പ്രീവിയസ് ഇയറിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ് ടാലിൻ. അപ്പോൾ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് സലൈവറി ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സലൈവയിലുള്ള 2 എൻസൈമുകൾ. അപ്പോൾ ഇവിടെ സലൈവറി ഗ്ലാൻഡിൻ്റെ ഒരു പ്രൊഡക്ഷനെ പറ്റി പറയുമ്പോൾ, സലൈവ എന്നുള്ള പ്രൊഡക്ഷനെ പറ്റി പറയുമ്പോൾ 2-3 പോയിന്റുകൾ ഓർത്ത് വെക്കണം. ഒന്ന്, നമ്മൾ പറഞ്ഞു ഡൈജസ്റ്റീവ് പ്രോസസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇൻടേക്ക് നടത്തിയ ഫുഡിൻ്റെ ഡൈജസ്റ്റീവ് പ്രോസസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പം സലൈവയുടെ pH സ്ഥിരമായിട്ട് കാണുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. pH ഓഫ് സലൈവ എന്ന് പറയുന്നത് സ്ലൈറ്റ്ലി അസിഡിക് ആയിട്ടുള്ളൊരു pH ആണ്. 6.7 എന്നാണ് pH ഓഫ് സലൈവ പറയാം. pH ഓഫ് സലൈവ
എന്താണ് PH സ്കെയിൽ എന്നൊക്കെ ചെറിയ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പൊട്ടൻസ് ഓഫ് ഹൈഡ്രജൻ, ഒരു സാധനം അസിഡിക് ആണോ ബേസിക് ആണോ എന്ന് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സ്കെയിലാണ് PH സ്കെയിൽ. പവർ ഓഫ് ഹൈഡ്രജൻ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ അല്ലെങ്കിൽ പൊട്ടൻസ് ഓഫ് ഹൈഡ്രജൻ എന്ന് പറയാം അല്ലേ, PH സ്കെയിൽ. 0 to 7 ആണെങ്കിൽ എന്താണ്, സാധനം അസിഡിക് ആണ്. 7 to 14 ആണെങ്കിൽ എന്താണ്, സാധനം ബേസിക് ആണ്. അപ്പോൾ ഇത്ര ഓർത്ത് വെക്കുക. PH ഓഫ് സലൈവ എത്രയാണ്, 6.7 ആണ്. ഇനി ഇത് വേറൊരു രീതിയിലും ചോദിക്കാം. എക്സാക്ട് PH, ആവറേജ് PH ചോദിക്കുകയാണെങ്കിൽ 6.7 ആണ്. എക്സാക്ട് PH റേഞ്ച് ചോദിക്കുകയാണെങ്കിൽ, PH റേഞ്ച് ചോദിക്കുകയാണെങ്കിൽ 6.5 to 7.3. ഈ ഒരു രീതിയിലാണ് SSCയുടെ പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ളത്. 6.5 to 7.3. അപ്പോൾ ഫസ്റ്റ് പ്രോസസ്സായിട്ടുള്ള എന്ത് നടന്നു, ഇഞ്ചക്ഷൻ നടന്നു. ഇഞ്ചക്ഷൻ കഴിഞ്ഞ് മൗത്തിൽ ഫുഡ് എത്തിക്കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് ഏത് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നു, രണ്ടാമത്തെ പ്രോസസ്സായിട്ടുള്ള ന്യൂട്രീഷൻ്റെ സെക്കൻഡ് പ്രോസസ്സായിട്ടുള്ള എന്ത് നടക്കുന്നു, ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇനി മനസ്സിലാക്കി വെക്കേണ്ടത്, ഇപ്പം ഫുഡിൽ മൗത്തിലെത്തിയിരിക്കുന്ന ഫുഡിൽ ഡൈജസ്റ്റീവ് പ്രോസസ്സുകൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. ഡൈജസ്റ്റീവ് പ്രോസസ്സുകൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിക്കഴിയുമ്പോൾ അല്ലെങ്കിൽ പാർഷ്യലി ഡൈജസ്റ്റഡ് ആയിട്ടുള്ള ഫുഡിനെ വിളിക്കുന്ന പേരാണ് കൈ. നമ്മൾ പറയുന്ന ഫുഡെന്നല്ല, കൈ. പാർഷ്യലി ഡൈജസ്റ്റഡ് ആയിട്ടുള്ള ഫുഡിനെ വിളിക്കുന്ന പേരാണ് കൈ. അപ്പോൾ ഫസ്റ്റ് പ്രോസസ്സ് ഇഞ്ചക്ഷൻ കഴിഞ്ഞു, അവിടെ നിന്ന് തുടങ്ങി ഡൈജഷൻ തുടങ്ങി. പാർഷ്യലി ഡൈജസ്റ്റഡ് ആയിട്ടുള്ള ഈ ഒരു ഫുഡിനെ പറയുന്ന പേരാണ് കൈ. ഇത്രയും പോയിന്റ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി സ്വാഭാവികമായിട്ട് നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തോർക്കും, നെക്സ്റ്റ് പാർട്ട് മൗത്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് സ്റ്റൊമക്കാണ്. സ്റ്റൊമക്കിൽ എത്തുന്നതിന് മുമ്പ് ഈ പറഞ്ഞ കൈ ഇതിലേക്ക് സഞ്ചരിക്കുക, അല്ലെങ്കിൽ പാർഷ്യലി ഡൈജസ്റ്റഡ് ആയിട്ടുള്ള ഫുഡിലേക്ക് സഞ്ചരിക്കും എന്നുള്ളൂടെ മനസ്സിലാക്കി വെക്കണം. അപ്പോൾ രണ്ടാമത്തെ പാർട്ട് ശരിക്കും ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ പാർട്ടെന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കാറില്ല, എന്നാലും മനസ്സിലാക്കി വെക്കേണ്ട ഒരു ഏരിയയാണ്, ബോഡിയുടെ ഒരു ഏരിയയാണ് ഫാരിൻസ്. എന്താണ് ഫാരിൻസിൻ്റെ പ്രത്യേകത? ഫാരിൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെയും അതേപോലെ റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെയും ഒരു കോമൺ പാസേജിനെയാണ് ഫാരിൻസ് എന്ന് പറയുക. ഇറ്റ് ഈസ് എ കോമൺ പാസേജ് ഫോർ ബോത്ത് ഡൈജസ്റ്റീവ് ആൻഡ് റെസ്പിറേറ്ററി സിസ്റ്റം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. അപ്പം മൗത്ത് കഴിഞ്ഞ് നേരെ ഫാരിൻസ്, അത് കഴിഞ്ഞ് നെക്സ്റ്റ് വരിക ഈസോഫാഗസ് ആണ്. ഈസോഫാഗസ് ഇതെല്ലാവർക്കും ഓർമ്മയുണ്ടാവും, ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. നമ്മൾ പഠിക്കുന്ന പേര് ഫുഡ് പൈപ്പ്. ഈസോഫാഗസ് അല്ലെങ്കിൽ ഫുഡ് പൈപ്പ്. ഈസോഫാഗസ് അല്ലെങ്കിൽ ഫുഡ് പൈപ്പ്. അപ്പോൾ മൗത്ത് കഴിഞ്ഞു, മൗത്തിൽ നിന്ന് പാർഷ്യലി ഡൈജസ്റ്റ് ആയിട്ടുള്ള ഫുഡ് ഫാരിൻസ് വഴി ഈസോഫാഗസ് വഴി എങ്ങോട്ടേക്ക് എത്തുന്നു, നെക്സ്റ്റ് പാർട്ടായിട്ടുള്ള സ്റ്റൊമക്കിലേക്ക് എത്തുന്നു. അപ്പം ഫുഡ് പൈപ്പിൻ്റെ പ്രത്യേകത ഓൾറെഡി പറഞ്ഞു, മൗത്തിൽ നിന്ന് ഡൈജഷൻ തുടങ്ങി എന്ന് പറഞ്ഞു. പക്ഷേ ഡൈജസ്റ്റീവ് പ്രോസസ്സുകൾ ഒന്നും നടക്കാത്ത ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഒരു പാർട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഈസോഫാഗസ് ആണ്. നോ ഡൈജസ്റ്റീവ് പ്രോസസ് ടേക്സ് പ്ലേസ് ഇൻ ഈസോഫാഗസ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. രണ്ടാമത്തെ പോയിന്റ് ഇവിടെ ഓർക്കേണ്ട, ഫാരിൻസ് ഓർത്ത് വെക്കുക. ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെയും റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെയും കോമൺ ആയിട്ടുള്ള പാസേജ് ആണ് ഫാരിൻസ് എന്ന് പറയാം. പിന്നീട് റെസ്പിറേറ്ററി സിസ്റ്റം നമ്മൾ പഠിക്കുമ്പോൾ കാണാറുണ്ട്. എന്താണ് ഫുഡ് ഫാരിൻസ് കഴിഞ്ഞ് റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ നെക്സ്റ്റ് പാർട്ട് ലാരിൻസ് ഉണ്ട്. അപ്പോൾ ലാരിൻസിലേക്ക് ഫുഡ് എൻ്റർ ചെയ്യുന്ന പ്രിവെൻറ്റ് ചെയ്യുന്ന ഫാരിൻസിൻ്റെ പാർട്ടൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കാറുണ്ട്. അപ്പോൾ അതിവിടെ ഇമ്പോർട്ടൻ്റ് അല്ല. പക്ഷേ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെയും റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെയും കോമൺ ആയിട്ടുള്ള പാസേജ് ആണ് ഫാരിൻസ്. അതിനുശേഷം ഫുഡ് പൈപ്പ് വഴി, ഫുഡ് പൈപ്പ് അല്ലെങ്കിൽ ഈസോഫാഗസ് വഴി ഫുഡ് എവിടേക്ക് എത്തുന്നു? ഫുഡ് സ്റ്റൊമക്കിലേക്ക് എത്തുന്നു. അപ്പോൾ ഇത്രയും പോയിന്റ് ഓർത്ത് വെക്കുക. അപ്പോൾ ഓൾറെഡി 3 പോയിന്റ്. പിന്നെ അതിനുശേഷം നമ്മൾ ഓർക്കേണ്ടത്, സ്റ്റൊമക്കിൽ എത്തിക്കഴിയുമ്പോൾ ഫുഡ് ഏത് മീഡിയത്തിലായിരിക്കും? സ്റ്റൊമക്കിൽ എത്തിക്കഴിയുമ്പോൾ ഫുഡ് ഏത് മീഡിയത്തിലോട്ടാണ് കൺവേർട്ട് ചെയ്യപ്പെടുക? സ്വാഭാവികമായിട്ടും ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. ഫുഡ് സ്റ്റൊമക്കിൽ എത്തിക്കാൻ അല്ലെങ്കിൽ പാർഷ്യലി ഡൈജസ്റ്റഡ് ആയിട്ടുള്ള കൈമ സ്റ്റൊമക്കിൽ എത്തിക്കഴിയുമ്പോഴേക്കും HCl സെക്രീഷൻ വരുന്നു. ഒന്നാമത്തെ സെക്രീഷൻ എന്ന് പറയുന്നത് HCl സെക്രീഷനാണ്. എന്താണ് HCl എന്ന് എല്ലാവർക്കും അറിയാം. ഹൈഡ്രോക്ലോറിക് ആസിഡ് അല്ലെങ്കിൽ മ്യൂറിയാറ്റിക് ആസിഡ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. HCl സെക്രീഷനാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്രീഷൻ. എന്താണ് HCl ഫംഗ്ഷൻ എന്നുള്ള ഇമ്പോർട്ടൻ്റ് ആണ്. HCl ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ഫുഡിലുള്ള ഹാംഫുൾ ആയിട്ടുള്ള ബാക്ടീരിയനെ കില്ല് ചെയ്യുന്നു. അതുപോലെ തന്നെയാണ് ഫുഡിനെ അസിഡിക് മീഡിയത്തിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഈ 2 ഫംഗ്ഷനാണ് HClന് പ്രധാനമായിട്ടും പറയുക. അപ്പോൾ സ്റ്റൊമക്കിൽ എത്തിക്കഴിയുമ്പോൾ സ്റ്റൊമക്കിൻ്റെ ഒന്നാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു സെക്രീഷൻ നടത്തുക എന്നുള്ളതാണ്. HCl സെക്രീഷൻ നടത്തുക എന്നുള്ളതാണ്. അപ്പോൾ HCl സെക്രീഷൻ നടത്തുന്നു. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്രീഷനാണ് ഗ്യാസ്ട്രിക് ജ്യൂസ്. ഈ 2 സെക്രീഷൻസ് ആണ് ഇവിടെ വരിക? സ്റ്റൊമക്കിൽ ഫുഡ് എത്തിക്കഴിയുമ്പോൾ വരിക. ഈ HClഉം ഗ്യാസ്ട്രിക് ജ്യൂസ് രണ്ടും എന്താണ്? എക്സ്ട്രീമിലി അസിഡിക് ആയിട്ടുള്ള സാധനങ്ങളാണ്. അതായത് 1.5 to 3.5 pH റേഞ്ചിലുള്ള സാധനങ്ങളാണ്. എക്സ്ട്രീമിൽ അസിഡിക് ആയിട്ടുള്ള 2 സെക്രീഷൻസ് ആണ്. ഒന്ന് ഗ്യാസ്ട്രിക് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്യാസ്ട്രിക് ജ്യൂസും, 2 HCl. അപ്പോൾ ഫുഡ് സ്റ്റൊമക്കിൽ എത്തിക്കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് ഏത് മീഡിയത്തിലായിരിക്കും? pH റേഞ്ച് 1.5 to 3.5 എന്ന് പറഞ്ഞിട്ടുണ്ട്. എക്സ്ട്രീമിൽ അസിഡിക് ആയിട്ടുള്ള രീതിയിലായിരിക്കും എന്ത് വരിക? ഫുഡ് കാണപ്പെടുക അല്ലെങ്കിൽ കൈമ് കാണപ്പെടുക. ഇനി ആരാണ് HCl സെക്രീറ്റ് ചെയ്യുക? HCl സെക്രീറ്റ് ചെയ്യുക നമ്മൾ ടിഷ്യൂസ് ഒക്കെ പഠിക്കുമ്പോൾ പഠിക്കുന്നതാണ്.
എപ്പിത്തീലിയൽ ടിഷ്യൂ. എപ്പിത്തീലിയൽ ടിഷ്യൂ എന്താണ് എപ്പിത്തീലിയൽ ടിഷ്യൂ എന്ന് ഓർമ്മയുണ്ടായിരിക്കും. നമ്മൾ എപ്പിത്തീലിയൽ ടിഷ്യൂവിന് ജനറൽ ആയിട്ട് എപ്പോഴും എക്സാമ്പിൾ പറയുന്നത് സ്കിന്നാണ്. ഒന്നെങ്കിൽ ശരീരത്തിൻ്റെ ഔട്ടർ സർഫേസിനെ കവർ ചെയ്യുന്നു, ഇല്ലെങ്കിൽ ശരീരത്തിൻ്റെ ആന്തരിക അവയവങ്ങൾ ഇന്റേണൽ ഓർഗൻസിൻ്റെ ലൈനിങ്ങിലൊക്കെ കാണപ്പെടുന്ന ടിഷ്യൂ ആണ് എപ്പിത്തീലിയൽ ടിഷ്യൂ. ഇപ്പോൾ HCl പ്രൊഡ്യൂസ് ചെയ്യുന്ന ടിഷ്യൂ എന്ന് പറയുന്നത് സ്റ്റൊമക്കിൻ്റെ എപ്പിത്തീലിയൽ ആയിട്ടുള്ള ടിഷ്യൂസ് ആണ്. അല്ലെങ്കിൽ കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് ഈ ഗ്യാസ്ട്രിക് ജ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആള് ഗ്യാസ്ട്രിക് ഗ്ലാൻഡ് ആണ്. ഗ്യാസ്ട്രിക് ഗ്ലാൻഡ്. അപ്പോൾ ഗ്യാസ്ട്രിക് ഗ്ലാൻഡിൻ്റെ എപ്പിത്തീലിയൽ സെൽസ് വേണേലും എന്ത് പ്രൊഡ്യൂസ് ചെയ്യാം? HCl പ്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ രണ്ട് രീതിയിൽ പറയാം. ഒന്നെങ്കിൽ സ്റ്റൊമക്കിൻ്റെ എപ്പിത്തീലിയൽ ടിഷ്യൂസ് അല്ലെങ്കിൽ എപ്പിത്തീലിയൽ സെല്ല് പ്രൊഡ്യൂസ് ചെയ്യുന്നു. എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു? HCl പ്രൊഡ്യൂസ് ചെയ്യുന്നു. അല്ലെങ്കിൽ വേറൊരു രീതിയിൽ ചോദിച്ചിട്ടുണ്ട്, ഗ്യാസ്ട്രിക് ജ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്യാസ്ട്രിക് ഗ്ലാൻഡ്. ഗ്യാസ്ട്രിക് ഗ്ലാൻഡിൻ്റെ എപ്പിത്തീലിയൽ സെല്ലുകൾ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? ഈ പറഞ്ഞ HCl പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യം ഓർത്ത് വെക്കുക. എന്താണ് ഇവിടെ നടക്കുന്ന സെക്രീഷൻ, സ്റ്റൊമക്കിൽ ഫുഡ് എത്തിക്കഴിയുമ്പോൾ നടക്കുന്ന സെക്രീഷൻസ് ഏതാണ് എന്നുള്ളതാണ് പറഞ്ഞത്. ഒന്ന് ഏതാണ്? ഒന്ന് HCl, രണ്ടാമത്തെ ഗ്യാസ്ട്രിക് ജ്യൂസ്. അപ്പോൾ HCl ഫംഗ്ഷന് ഓർത്ത് വെക്കുക. എത്രയാണ് pH റേഞ്ച് വരിക, ഏത് മീഡിയമാണ് എക്സ്ട്രീംലി അസിഡിക് ആയിട്ടുള്ള മീഡിയം എന്നൊക്കെ പറഞ്ഞു അല്ലേ. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഗ്യാസ്ട്രിക് ജ്യൂസിൻ്റെ സെക്രീഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ഗ്യാസ്ട്രിക് ജ്യൂസിൻ്റെ സെക്രീഷനെ പറ്റി പറയുമ്പോൾ അവിടെ ഓർത്ത് വെക്കേണ്ടത്, ഗ്യാസ്ട്രിക് ജ്യൂസിൻ്റെ കേസിൽ 2 എൻസൈമുകളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുക. 2 എൻസൈമുകൾ ഏതൊക്കെയാണ് എൻസൈംസ് എന്ന് നോക്കാം. ഒന്നാമത്തേത് പെപ്സിൻ, രണ്ടാമത്തേത് റെനിൻ. പെപ്സിനും റെനിനും. എന്താണ് പെപ്സിൻ, എന്താണ് റെനിൻ എന്നുള്ളത് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. എന്താണ് ഇവരുടെ ഫംഗ്ഷൻ എന്നുള്ളത് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. പെപ്സിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഡൈജഷൻ എന്നുള്ള പ്രോസസ്സ് എന്താണെന്ന് നമുക്കറിയാം. ബോഡിക്ക് ഡയറക്റ്റ്ലി അബ്സോർവ് ചെയ്യാൻ പറ്റാത്ത ഫുഡിനെ ബോഡി അബ്സോർവ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്താ പറയുക? ഡൈജഷൻ എന്ന് പറയാം. അപ്പോൾ പെപ്സിൻ ചെയ്യുന്ന ഫംഗ്ഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടീനെ അതിൻ്റെ സിംപ്ലർ യൂണിറ്റുകളായിട്ട് ബ്രേക്ക് ചെയ്യുന്നു. ഇറ്റ് ബ്രേക്സ് പ്രോട്ടീൻ ഇൻറ്റു സിംപ്ലർ യൂണിറ്റ്സ്. പ്രോട്ടീനെ അതിൻ്റെ സിംപ്ലർ യൂണിറ്റ്സ് ആയിട്ട്, അതായത് ബോഡിക്ക് അബ്സോർവ് ചെയ്യാൻ പറ്റുന്ന ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന എൻസൈമാണ് പെപ്സിൻ എന്ന് പറയാം. രണ്ടാമത്തെ റെനിൻ. റെനിൻ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും കാറ്റിൻ്റെയൊക്കെ യങ്ങർ വേർഷൻ ഓർഗാനിസത്തിൽ കാണുന്നതാണ് എന്ന് പറയുക ഈ റെനിൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഹ്യൂമൻ ബോഡിയുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം പറയുമ്പോൾ ഈ സാധനം ജസ്റ്റ് പറയാറുണ്ട്. എന്താണ് റെനിൻ്റെ ഇമ്പോർട്ടൻസ് എന്നുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റാണ്. മിൽക്കിൽ കാണുന്ന കസൈനോജൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീനെ ബ്രേക്ക് ചെയ്യുന്നൊരു ഫംഗ്ഷനാണ് ആർക്കുള്ളത്? റെനിനുള്ളത്. ഇപ്പോൾ 2 എൻസൈമുകളാണ് ഗ്യാസ്ട്രിക് ജ്യൂസിൽ വരിക. ഒന്ന് പെപ്സിൻ എന്ത് ചെയ്യുന്നു? പ്രോട്ടീനെ സിംപ്ലർ യൂണിറ്റുകളായിട്ട് ബ്രേക്ക് ചെയ്യുന്നു. രണ്ടാമത്തെ റെനിൻ എന്താണ് ചെയ്യുന്നത്? റെനിന് ഒരു പ്രോട്ടീനെയാണ് ബ്രേക്ക് ചെയ്യുന്നത്. പ്രോട്ടീൻ്റെ പേര് കസൈനോജൻ എവിടെയാണ് കാണുക? കസൈനോജൻ മിൽക്കിൽ കാണപ്പെടുന്ന ഒരു പ്രോട്ടീനാണ്. അപ്പോൾ ഈ 2 പോയിന്റുകൾ ഓർത്ത് വെക്കുക. അപ്പം ഡൈജഷൻ എന്താണെന്ന് ഓൾറെഡി പറഞ്ഞു. ബോഡിക്ക് അബ്സോർവ് ചെയ്യാൻ പറ്റാത്ത ഫുഡിനെ ബോഡിക്ക് അബ്സോർവ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഡൈജഷൻ എന്ന് പറയാം. ഡൈജഷൻ എവിടെ നിന്നാണ് തുടങ്ങുന്നതെന്നും പറഞ്ഞു. മൗത്തിൽ വെച്ച് ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്തു. പാർഷ്യലി ഡൈജസ്റ്റഡ് ആയിട്ടുള്ള ഫുഡിനെ എന്ത് പറയുന്നു? കൈമെന്ന് പറയുന്നു. ഇനി ഡൈജസ്റ്റീവ് പ്രോസസ്സുകളിൽ നെക്സ്റ്റ് പാർട്ടായിട്ട് വരിക സ്വാഭാവികമായിട്ട് ഏതായിരിക്കും നെക്സ്റ്റ് പാർട്ടായിട്ട് വരിക? സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആണ്. സ്റ്റൊമക്കിൽ നടക്കുന്ന ഡൈജസ്റ്റീവ് പ്രോസസ്സുകൾ നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് പാർട്ടായിട്ട് വരിക സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആണ്. അപ്പോൾ സ്മോൾ ഇൻറ്റസ്റ്റൈന് പ്രധാനമായിട്ട് 3 പാർട്ടുകളാണ് പറയുക. 3 പാർട്സ്. ഒന്ന് ഡിയോഡനം, രണ്ടാമത്തെ ജജനം, മൂന്നാമത്തത് ഇലിയം. ഇങ്ങനെ 3 പാർട്ടുകളാണ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ ഉണ്ടെന്ന് പറയുക. അപ്പം പെപ്സിനും റെനിനും ഓൾറെഡി നമ്മൾ പറഞ്ഞു എവിടെ കാണുന്ന എൻസൈമുകളാണ്. ഗ്യാസ്ട്രിക് ഗ്ലാൻഡുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്യാസ്ട്രിക് ജ്യൂസിലുള്ള എൻസൈമുകളാണ് പെപ്സിനും റെനിനും അല്ലേ. അത് ആക്ട് ചെയ്യണമെങ്കിൽ ഫുഡ് ഏത് മീഡിയത്തിലായിരിക്കണം എന്ന് നമ്മൾ പറഞ്ഞു. ഫുഡ് അസിഡിക് മീഡിയത്തിലായിരിക്കണം. അപ്പോൾ അവിടെ സ്റ്റൊമക്കിൽ ഫുഡ് ഏത് മീഡിയത്തിലാണ്? അസിഡിക് മീഡിയത്തിലാണ്. ഇനി സ്റ്റൊമക്കിൽ നിന്ന് ഫുഡ് വരുന്ന നെക്സ്റ്റ് പാർട്ട് ഏതായിരിക്കും? സ്മോൾ ഇൻറ്റസ്റ്റൈൻ. ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ നെക്സ്റ്റ് പാർട്ടായിട്ടുള്ള സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്കാണ് ഫുഡ് വരിക. അല്ലെങ്കിൽ പാർഷ്യലി ഡൈജസ്റ്റഡ് ആയിട്ടുള്ള ഫുഡിനെ എന്ത് പറയും? കൈമ വരിക. ഈ കൈമ എങ്ങോട്ടാണ് നെക്സ്റ്റ് പാർട്ടായിട്ടുള്ള? സ്മോൾ ഇൻറ്റസ്റ്റൈനിലോട്ടാണ് വരിക. സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ഏത് പാർട്ടിലോട്ടാണ് സ്പെസിഫിക് ആയിട്ട് ചോദിക്കുന്നുണ്ട്? ഏതാണ്? ഡിയോഡനം എന്നുള്ള പാർട്ടിലേക്കാണ് ഈ പറഞ്ഞ കൈമ വരിക. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കേണ്ട പോയിന്റ്, നമ്മൾ പറഞ്ഞു സ്റ്റൊമക്കിൽ ഫുഡ് ഏത് മീഡിയത്തിലാണ്? അസിഡിക് മീഡിയത്തിലാണ്. ഈ പറഞ്ഞ സാധനം ഡിയോഡനത്തിൽ എത്തുമ്പോൾ ഏത് മീഡിയത്തിലായിരിക്കണം? ആൽക്കലൈൻ അല്ലെങ്കിൽ ബേസിക് മീഡിയത്തിലോട്ടായിരിക്കും. അപ്പോൾ ബേസിക് മീഡിയത്തിലോട്ട് ഈ ഡിയോഡനത്തിൽ എത്തുന്ന ഫുഡിനെ കൺവേർട്ട് ചെയ്യുന്ന ആളാണ് ബൈൽ ജ്യൂസ്. ബൈൽ ജ്യൂസിൻ്റെ ഒന്നാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ. ബൈൽ ജ്യൂസ് എന്ത് ചെയ്യുന്നത്?
അസിഡിക് മീഡിയത്തിലാണ് ഓൾറെഡി ഫുഡ് ഉള്ളത്. അസിഡിക് മീഡിയത്തിലുള്ള ഫുഡിനെ ഏത് രൂപത്തിലേക്കാകുന്നു? ബേസിക് മീഡിയത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ഇറ്റ് കൺവേർട്ട്സ് ഫുഡ് ഇൻറ്റു ബേസിക് മീഡിയം. എന്തിനാണ് ബേസിക് മീഡിയത്തിലേക്ക് ഫുഡിനെ ഈ പറഞ്ഞ ബൈൽ ജ്യൂസ് കൺവേർട്ട് ചെയ്യുക? അപ്പം നമ്മൾ പറയുന്നു ഈ ഡിയോഡനത്തിൽ ഒന്നാമത് നടക്കുന്ന സെക്രീഷൻ ബൈൽ ജ്യൂസ് ആണെന്ന് പറഞ്ഞു. രണ്ടാമത് ഇനി അടുത്ത സെക്രീഷൻ വരുന്നത് പാൻക്രിയാസിൽ നിന്നാണ്. പാൻക്രിയാസ്. ഇപ്പോൾ പാൻക്രിയാസിൽ നിന്ന് സെക്രീറ്റ് ചെയ്യപ്പെടുന്ന പാൻക്രിയാറ്റിക് ജ്യൂസിലുള്ള കുറച്ച് എൻസൈമുകളുണ്ട്. ഈ പാൻക്രിയാറ്റിക് ജ്യൂസിലുള്ള എൻസൈമുകൾ ഈ ഫുഡിൽ ആക്ട് ചെയ്യണമെങ്കിൽ ഫുഡ് ഏത് മീഡിയത്തിലായിരിക്കണം? ബേസിക് മീഡിയത്തിലായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ബേസിക് മീഡിയത്തിലാണെങ്കിൽ മാത്രമേ ഈ എൻസൈം ആക്ട് ചെയ്യുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെയാണ് എന്ത് സെക്രീറ്റ് ചെയ്യപ്പെടുക? ബൈൽ ജ്യൂസ് സെക്രീറ്റ് ചെയ്യപ്പെടുക. ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, ബൈൽ ജ്യൂസ് ഏത് മീഡിയത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു? പാർഷ്യലി ഡൈജസ്റ്റഡ് ആയിട്ടുള്ള ഫുഡിനെ ആൽക്കലൈൻ മീഡിയത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ഇനി ബൈൽ ജ്യൂസിന്റെ കേസ് പറയുമ്പോൾ 3 പോയിന്റുകൾ ഓർത്ത് വെക്കണം. ആരാണ് ബൈൽ ജ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യുക? ലിവർ ആണ് ബൈൽ ജ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യുക. ബൈൽ ജ്യൂസ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ലിവർ. ലിവറിന്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാം. ഇറ്റ് ഈസ് എ ലാർജസ്റ്റ് ഗ്ലാൻഡ് ഓഫ് ഹ്യൂമൻ ബോഡി. ലാർജസ്റ്റ് ഗ്ലാൻഡ് ഓഫ് ഹ്യൂമൻ ബോഡിയാണ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ലിവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ബൈൽ ജ്യൂസിനെ സ്റ്റോർ ചെയ്യുന്ന ആൾ. ബൈൽ ജ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ലിവറാണ്. ലിവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ബൈൽ ജ്യൂസിനെ സ്റ്റോർ ചെയ്യുന്ന ആൾ ഗ്ലാൻഡ് എന്ന് പറയുന്നത് ഗ്യാൽ ബ്ലാഡർ ആണ്. ഗ്യാൽ ബ്ലാഡർ. ഇപ്പം ലിവർ ബൈൽ ജ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ലിവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബൈൽ ജ്യൂസിനെ സ്റ്റോർ ചെയ്യുന്ന ആരാണ്? ഗ്യാൽ ബ്ലാഡർ ആണ്. ഇനി ഗ്യാൽ ബ്ലാഡറിൽ നിന്ന് ബൈൽ ഡക്റ്റുകൾ വഴിയാണ് ബൈൽ ജ്യൂസ് എങ്ങോട്ടേക്ക് എത്തുക? ഈ പറഞ്ഞ ഡിയോഡനത്തിലേക്ക് എത്തുക. അപ്പം ലിവർ ബൈൽ ജ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അവിടെ ഗ്യാൽ ബ്ലാഡർ ലിവർ പ്രൊഡ്യൂസ് ചെയ്ത് ബൈൽ ജ്യൂസിനെ സ്റ്റോർ ചെയ്യുന്നു. അവിടെ നിന്ന് ഗ്യാൽ ബ്ലാഡറിൽ നിന്ന് ബൈൽ ഡക്റ്റുകൾ വഴിയാണ് എങ്ങോട്ടേക്ക് ബൈൽ ജ്യൂസ് എത്തുക? ഡിയോഡനത്തിലേക്ക് ബൈൽ ജ്യൂസ് എത്തുക. ഇത്രയും പോയിന്റ് ഓർത്ത് വെക്കുക. ബൈൽ ജ്യൂസിന്റെ ഒന്നാമത്തെ ഫംഗ്ഷൻ അസിഡിക് മീഡിയത്തിലുള്ള ഫുഡിനെ ആൽക്കലൈൻ മീഡിയത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. രണ്ടാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ബൈൽ ജ്യൂസിന്റെ, അതും ഇമ്പോർട്ടൻ്റ് ആണ്, എമൽസിഫിക്കേഷൻ ഓഫ് ഫാറ്റ്. എമൽസിഫിക്കേഷൻ ഓഫ് ഫാറ്റ്. എന്താണ് ഫാറ്റിന്റെ എമൽസിഫിക്കേഷൻ? ഫാറ്റ് സൈസിൽ വലിയൊരു ഗ്ലോബ്യൂളാണ്. സൈസിൽ വലിയൊരു കോമ്പോണൻ്റ് ആണ്, അല്ലെങ്കിൽ കോമ്പൗണ്ട് ആണ്. ഫാറ്റിനെ സൈസിൽ ചെറിയ ചെറിയ ഗ്ലോബ്യൂൾസ് ആയിട്ട് ബ്രേക്ക് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എമൽസിഫിക്കേഷൻ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു പ്രോട്ടീനെ ബ്രേക്ക് ചെയ്യുന്നെന്ന് പറഞ്ഞു. അവിടെ എന്താണ്? സിംപ്ലർ യൂണിറ്റ്സ് ആയിട്ടാണ്. ഇവിടെ സിംപ്ലർ യൂണിറ്റ്സ് ആയിട്ട് ബ്രേക്ക് ചെയ്യുകയല്ല, സൈസിൽ വലുതായിട്ടുള്ള ഫാറ്റ് ഗ്ലോബ്യൂളിനെ ചെറിയ 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 ഗ്ലോബ്യൂൾസ് ആയിട്ട് ബ്രേക്ക് ചെയ്യുന്നു. ആ ഒരു പ്രോസസ്സിനെയാണ് എന്താ പറയുക? എമൽസിഫിക്കേഷൻ എന്ന് പറയുക. ആ എമൽസിഫിക്കേഷൻ ചെയ്യുന്ന ആൾ ചോദിച്ചു കഴിഞ്ഞാൽ ആര് തന്നെയാണ്? ബൈൽ ജ്യൂസ് തന്നെയാണ്. അപ്പം ഡിയോഡനത്തിൽ ഫുഡ് എത്തിക്കഴിയുമ്പോൾ, അല്ലെങ്കിൽ സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ഫസ്റ്റ് പാർട്ടായിട്ടുള്ള ഡിയോഡനത്തിൽ ഫുഡ് എത്തിക്കഴിയുമ്പോൾ നടക്കുന്ന പ്രോസസ്സ് ഒന്നാമത്തേത് ബൈൽ ജ്യൂസിൻ്റെ സെക്രീഷൻ വരുന്നു. ബൈൽ ജ്യൂസിൻ്റെ സെക്രീഷൻ വന്നു കഴിയുമ്പോൾ എന്താണ് നടക്കുന്നത്? ഒന്ന് ആൽക്കലൈൻ മീഡിയത്തിലേക്ക് കൈമിനെ കൺവേർട്ട് ചെയ്യുന്നു. രണ്ടാമത്തെ എന്താണ്? ഫാറ്റിൻ്റെ എമൽസിഫിക്കേഷൻ നടക്കും. എമൽസിഫിക്കേഷൻ ഓഫ് ഫാറ്റ്. ഇത്രയും പോയിന്റ് അവിടെ ഓർത്ത് വെക്കുക. ഇനി നമ്മൾ പറഞ്ഞു ഏത് പാർട്ടിൽ നിന്നാണ് ഡിയോഡനത്തിലേക്ക് ഫുഡ് എത്തുക? സ്റ്റൊമക്കിൽ നിന്നാണ്. അപ്പോൾ സ്റ്റൊമക്കിൽ നിന്നും ഈ പറഞ്ഞ ഡിയോഡനത്തിലേക്കുള്ള ഫുഡിൻ്റെ മൂവ്മെൻറ്റ് റെഗുലേറ്റ് ചെയ്യുന്ന മസിൽ. സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. സ്റ്റൊമക്കിൽ നിന്നും, ഡിയോഡനം എന്ന് എടുത്ത് ചോദിക്കാറില്ല, സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്കുള്ള ഫുഡിൻ്റെ മൂവ്മെൻറ്റ് റെഗുലേറ്റ് ചെയ്യുന്ന മസിലിൻ്റെ പേരാണ് സ്പിങ്ക്റ്റർ മസിൽസ്. സ്പിങ്ക്റ്റർ മസിൽസ്. സ്പിങ്ക്റ്റർ മസിൽസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. സ്റ്റൊമക്കിൽ നിന്നും സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്കുള്ള ഫുഡിൻ്റെ മൂവ്മെൻറ്റ് റെഗുലേറ്റ് ചെയ്യുന്ന മസിലിനെയാണ് സ്പിങ്ക്റ്റർ മസിൽ എന്ന് പറയുക. അപ്പം ഈ പോയിന്റ് കൂടി ഇവിടെ ഓർത്ത് വെക്കുക. ഇനി ഓൾറെഡി പറഞ്ഞു ഡിയോഡൻ അല്ലെങ്കിൽ സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ഫസ്റ്റ് പാർട്ടിൽ ഫുഡ് എത്തിക്കഴിയുമ്പോൾ, കൈമെത്തിക്കഴിയുമ്പോൾ സെക്രീഷൻ വരുന്നത് ഒന്ന് ബൈൽ ജ്യൂസ് ആണ്. രണ്ടാമത്തെ സെക്രീഷൻ എന്ന് പറയുന്നത് പാൻക്രിയാറ്റിക് ജ്യൂസ് ആണ്. പാൻക്രിയാറ്റിക് ജ്യൂസ്. എന്താണ് പാൻക്രിയാറ്റിക് ജ്യൂസ്? ആരാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? സ്വാഭാവികമായിട്ട് എല്ലാവർക്കും അറിയാം, പാൻക്രിയാസ്. പാൻക്രിയാസ് ആണ് ഈ പറഞ്ഞ പാൻക്രിയാറ്റിക് ജ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ പാൻക്രിയാറ്റിക് ജ്യൂസ് ഏത് മീഡിയത്തിലായിരിക്കും ഉണ്ടാകുക? ഇറ്റ് വിൽ ബി ഇൻ ബേസിക് മീഡിയം. ഇറ്റ് വിൽ ബി ഇൻ ബേസിക് മീഡിയം. എന്തുകൊണ്ടാണ് ബേസിക് മീഡിയത്തിലായിരിക്കും? നമ്മൾ ഓൾറെഡി പറഞ്ഞു ബൈൽ ജ്യൂസ് ഈ പറഞ്ഞ കൈമിനെ ഏത് മീഡിയത്തിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്? ബേസിക് മീഡിയത്തിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞാണ് എന്തിനു വേണ്ടിയിട്ടാണ് ബേസിക് മീഡിയത്തിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ടാവുക? ഈ പറഞ്ഞ പാൻക്രിയാറ്റിക് ജ്യൂസിലുള്ള എൻസൈംസ് ഈ പറഞ്ഞ കൈമിൽ ആക്ട് ചെയ്യണമെങ്കിൽ ഫുഡ് ഏത് മീഡിയത്തിലായിരിക്കണം? ഫുഡ് ബേസിക് മീഡിയത്തിലായിരിക്കണം. പോയിട്ട് കിട്ടിയല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ പാൻക്രിയാറ്റിക് ജ്യൂസിലുള്ള എൻസൈംസ് ഇമ്പോർട്ടൻ്റ് ആണ്. എൻസൈം ഇവിടെ തന്നിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എൻസൈംസ് ഒന്നാമത്തേത് ട്രിപ്സിൻ, രണ്ടാമത്തേത് അമിലേസ്, മൂന്നാമത്തേത് ലിപ്പേസ്. 3 എൻസൈംസ് ഇൻ പാൻക്രിയാറ്റിക് ജ്യൂസ്. അപ്പം പാൻക്രിയാറ്റിക് ജ്യൂസിലുള്ള 3 എൻസൈംസ് ട്രിപ്സിൻ, അമിലേസ്, ലിപ്പേസ്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, സ്ഥിരമായിട്ട് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, പല രീതിയിൽ ചോദിക്കാം. എന്നാലും എന്താണ് ട്രിപ്സിൻ്റെ ഫംഗ്ഷൻ? വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ട്രിപ്സിൻ? It breaks
പ്രോട്ടീനെ ബ്രേക്ക് ചെയ്യുന്ന, പ്രോട്ടീനെ അതിന്റെ സിംപ്ലർ യൂണിറ്റുകളിലേക്ക് ബ്രേക്ക് ചെയ്യുന്ന ഒരു എൻസൈമാണ് ട്രിപ്സിൻ. ഇറ്റ് ബ്രേക്സ് പ്രോട്ടീൻ ഇൻ ടു ഇറ്റ്സ് സിംപ്ലർ യൂണിറ്റ്സ്. പ്രോട്ടീനെ സിംപ്ലർ യൂണിറ്റ്സ് ആയിട്ട് ബ്രേക്ക് ചെയ്യുന്നു. അമിലേസ്, ഓൾറെഡി നമ്മൾ സലൈവറി അമിലേസിന്റെ കേസ് പറഞ്ഞാണ്. സലൈവറി അമിലേസിന്റെ ഫംഗ്ഷൻ എന്തായിരുന്നു? അതേപോലെ തന്നെയാണ് ഇവിടെ അമിലേസിന്റെ ഫംഗ്ഷൻ. എന്താണ് ഫംഗ്ഷൻ? സ്റ്റാർച്ചിനെ സിമ്പിൾ ഷുഗർ ആയിട്ട് ബ്രേക്ക് ചെയ്യുന്നു അല്ലേ, അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റിനെ സിമ്പിൾ ഫോമിലേക്ക് ബ്രേക്ക് ചെയ്യുന്നു, ഗ്ലൂക്കോസ് രൂപത്തിലേക്ക് ബ്രേക്ക് ചെയ്യുന്നു. ഈ ഒരു ഫംഗ്ഷനാണ് ആര് ചെയ്യുന്നത്? അമിലേസ് ചെയ്യുന്നത്. മൂന്നാമത്തെ ലിപ്പേസ്. ലിപ്പേസിന്റെ ഫംഗ്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ലിപ്പേസ് ചെയ്യുന്നത് എമൽസിഫൈഡ് ഫാറ്റിനെ ഫാറ്റി ആസിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഫാറ്റി ആസിഡ് പ്ലസ് ഗ്ലിസറോൾ. എമൽസിഫൈഡ് ഫാറ്റിനെ ഫാറ്റി ആസിഡും ഗ്ലിസറോളുമായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ എമൽസിഫൈഡ് ഫാറ്റ് എന്താണെന്ന് ഇനി ചോദിക്കരുത്, കാരണം എമൽസിഫിക്കേഷൻ ഓഫ് ഫാറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. എന്താണ്? സൈസിൽ വലിയ കോമ്പോണൻ്റ് ആണ് ഫാറ്റ്. അതിനെ സിമ്പിളർ കോമ്പോണൻസ് ആയിട്ട്, സിമ്പിളർ കോമ്പോണൻസ് എന്ന് പറഞ്ഞാൽ സൈസിൽ ചെറിയ രൂപത്തിലേക്ക് ബ്രേക്ക് ചെയ്യുന്നതിനാണ് എമൽസിഫിക്കേഷൻ എന്ന് പറയുക. ഇങ്ങനെ ചെറിയ രൂപത്തിലായിട്ടുള്ള ഈ ഫാറ്റിന്, ചെറിയ സൈസിൽ വളരെ ചെറുതായിട്ടുള്ള ഈ ഫാറ്റിനെ എമൽസിഫിക്കേഷൻ നടന്ന ഈ ഫാറ്റ് ഗ്ലോബ്യൂൾസിനെ സിംപ്ലർ യൂണിറ്റ് ആയിട്ട്, സിംപ്ലർ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സിംപ്ലസ്റ്റ് ഫോം ഫാറ്റിൻ്റെ സിംപ്ലസ്റ്റ് ഫോം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്, ഏതൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഫാറ്റി ആസിഡ്. പ്രോട്ടീൻ്റെ സിംപ്ലസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് എന്താ? പ്രോട്ടീൻ്റെ സിംപ്ലസ്റ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ അമിനോ ആസിഡ്. കാർബോഹൈഡ്രേറ്റിൻ്റെ സിംപ്ലസ്റ്റ് യൂണിറ്റ് എന്താ? ഗ്ലൂക്കോസ് അല്ലേ, പറഞ്ഞിട്ടുള്ളതാണ്. ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്, ഫാറ്റി ആസിഡ്. അപ്പോൾ പ്രധാനമായിട്ടും ഈ ഫാറ്റി ആസിഡിൻ്റെ രൂപത്തിലല്ലെങ്കിൽ അമിനോ ആസിഡിൻ്റെ രൂപത്തിലല്ലെങ്കിൽ ഗ്ലൂക്കോസ് രൂപത്തിലാണെങ്കിൽ മാത്രമേ ബോഡിയിൽ എന്ത് നടക്കുള്ളൂ? അബ്സോർപ്ഷൻ നടക്കുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഡൈജഷൻ എന്നുള്ള പ്രോസസ്സ് നടക്കുന്നത്. അബ്സോർവ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലേക്ക് ഈ പറഞ്ഞ ഫുഡിനെ കൺവേർട്ട് ചെയ്യുന്നു. അബ്സോർവ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലേക്ക് ഫുഡിനെ കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ എമൽസിഫൈഡ് ഫാറ്റിനെ ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നൊരു ഫംഗ്ഷനാണ് ആർക്കുള്ളത്? ലിപ്പേസിനുള്ളത്. അപ്പം ഇവിടെ നിങ്ങൾക്ക് കാണാം, ഈ പറഞ്ഞ ട്രിപ്സിൻ ആരെ കൺവേർട്ട് ചെയ്യുന്നുണ്ട്? പ്രോട്ടീനെ സിംപ്ലർ യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ അമിലേസിന്റെ ഫംഗ്ഷൻ എന്താണ്? സ്റ്റാർച്ചിനെ സിംപ്ലർ യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെ ലിപ്പേസിന്റെ ഫംഗ്ഷൻ എന്താണ്? എമൽസിഫൈഡ് ഫാറ്റിനെ സിംപ്ലർ യൂണിറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് മനസ്സിലാക്കാം, നമുക്കറിയാവുന്ന 3 ടൈപ്സ് ഓഫ് ഫുഡ് ഉണ്ട്: കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, പ്രോട്ടീൻ. ഈ പറയുന്ന 3 ടൈപ്പ് ഓഫ് ഫുഡിനെയും അതിൻ്റെ സിംപ്ലർ യൂണിറ്റ്സ് ആയിട്ട് ബ്രേക്ക് ചെയ്യുന്ന ഫംഗ്ഷൻ ആര് ചെയ്യുന്നുണ്ട്? പാൻക്രിയാറ്റിക് ജ്യൂസിലുള്ള ഈ എൻസൈം ചെയ്യുന്നുണ്ട്. അപ്പം മനസ്സിലാക്കാം, 3 സാധനത്തെ, അതായത് കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, പ്രോട്ടീൻ, ഈ പറഞ്ഞ 3 സാധനത്തെയും അതിൻ്റെ സിംപ്ലർ യൂണിറ്റിലോട്ട് ബ്രേക്ക് ചെയ്യാൻ എബിലിറ്റി ഉള്ള എൻസൈം കണ്ടെയ്ൻഡ് ആയിട്ടുള്ള ഒരു ജ്യൂസാണ് പാൻക്രിയാറ്റിക് ജ്യൂസ്. അതുകൊണ്ട് തന്നെ പാൻക്രിയാറ്റിക് ജ്യൂസിനെ വിളിക്കുന്ന പേര് കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് ജ്യൂസ് എന്നാണ്. കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് ജ്യൂസ്. SSC CGL ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് ജ്യൂസ് എന്നറിയപ്പെടുന്ന ഡൈജസ്റ്റീവ് ജ്യൂസ് ഏതാണ്? പാൻക്രിയാറ്റിക് ജ്യൂസ് ആണ്. കാരണം പ്രോട്ടീനെ കാർബോഹൈഡ്രേറ്റിനെ ഫാറ്റിനെ അതിൻ്റെ സിംപ്ലർ യൂണിറ്റുകളായിട്ട് ബ്രേക്ക് ചെയ്യാൻ എബിലിറ്റി ഉള്ള ഒരു എൻസൈമാണ് ആരിലുണ്ടാവുക? പാൻക്രിയാറ്റിക് ജ്യൂസിലുണ്ടാവുക. അപ്പോൾ ഇത്രയും പോയിന്റ് ഓർത്ത് വെക്കുക. ഫുഡ് ഇവിടെ എത്തുമ്പോൾ, അതായത് ഫുഡ് ഡിയോഡനത്തിൽ എത്തുമ്പോൾ ഏത് മീഡിയത്തിലായിരിക്കും, ഏത് ന്യൂട്രീഷൻ്റെ പ്രോസസ്സാണ് ഇവിടെ നടക്കുക? ഇവിടെ നടക്കുന്നത് ഡൈജസ്റ്റീവ് പ്രോസസ്സാണ് ഇവിടെ നടക്കുക. ഇഞ്ചക്ഷൻ കഴിഞ്ഞു, ഡൈജസ്റ്റീവ് പ്രോസസ്സാണ് ഇവിടെ നടക്കുക, ഡിയോഡനത്തിൽ നടക്കുക. ഇനി നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഏതായിരിക്കും? നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് രണ്ടാമത്തെ പാർട്ടായിട്ടുള്ള സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ജജനം. നെക്സ്റ്റ് പാർട്ട് ഈസ് ജജനം. അപ്പം ജജനത്തിൻ്റെ കേസിൽ ഇത്ര ഓർത്ത് വെച്ചാൽ മതി. എന്തിൻ്റെ ഡൈജഷൻ കഴിയുന്നു? പറഞ്ഞ ഫുഡിൻ്റെ ഡൈജഷൻ കഴിയുന്നു. ഫുഡിൻ്റെ ഡൈജഷൻ കംപ്ലീറ്റഡ് ആയിട്ട് ഏത് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നു? ന്യൂട്രീഷൻ്റെ 5 പ്രോസസ്സുകൾ നമ്മൾ പറഞ്ഞു, 5 പാർട്ടുകൾ നമ്മൾ പറഞ്ഞു. ഇഞ്ചക്ഷൻ കഴിഞ്ഞു, ഡൈജഷൻ ഇവിടെ കംപ്ലീറ്റ് ആവുന്നു, അതിനുശേഷം തുടങ്ങുന്നു അബ്സോർപ്ഷൻ എന്നുള്ള ന്യൂട്രീഷൻ്റെ പാർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഓർക്കേണ്ടത്, നമ്മൾ രണ്ടിടത്തുള്ള എൻസൈംസ് പറഞ്ഞു. പെപ്സിനും റെനിനും എവിടെയാണ് ഉണ്ടാവുക? സ്റ്റൊമക്കിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഗ്യാസ്ട്രിക് ജ്യൂസിലാണ് പെപ്സിനും റെനിനും പോലുള്ള എൻസൈംസ് ഉണ്ടാവുക. അതേപോലെ ഈ പറഞ്ഞ ട്രിപ്സിൻ, ലിപ്പേസ്, അമിലേസ് 3 പറഞ്ഞു, പാൻക്രിയാറ്റിക് ജ്യൂസിലാണ് ഉണ്ടാവുക. അതേപോലെ തന്നെ ഈ പറഞ്ഞ ജജനത്തിൽ ഇൻഡസ്റ്റൈനൽ ജ്യൂസ് സെക്രീറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അവിടെയാണ് ട്രിപ്സിൻ വരിക. ട്രിപ്സിൻ്റെ പ്രത്യേകത എന്താണ്? ഇറപ്സിൻ എന്ന് പറഞ്ഞ എൻസൈമാണ് ഈ പറഞ്ഞ ജജനത്തിൽ വരിക. ജജനത്തിൽ എന്തിൻ്റെ സെക്രീഷൻ നടക്കുന്നു? ഇൻഡസ്റ്റൈനൽ ജ്യൂസിൻ്റെ സെക്രീഷൻ നടക്കുന്നു. ഇൻഡസ്റ്റൈനൽ ജ്യൂസിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എൻസൈംസ് ആണ് ഇറപ്സിൻ ഉണ്ട്, മാൾട്ടേസ് ഉണ്ട്, സൂക്രേസ് ഉണ്ട്, ലാക്ടേസ് ഉണ്ട്, പിന്നെ ലിപ്പേസ് ഉണ്ട്. ലിപ്പേസ് ഓൾറെഡി പറഞ്ഞാണ്. ലിപ്പേസിൻ്റെ ഫംഗ്ഷൻ ഫാറ്റിനെ സിംപ്ലർ യൂണിറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു.
മാൾട്ടേസോ, മാൾട്ടേസും സൂക്രേസും ലാക്ടേസും എന്താണ് സിംപിളർ യൂണിറ്റ് ഓഫ് കാർബോഹൈഡ്രേറ്റിലേക്ക് ഓരോ ഫോമിനെ കൺവേർട്ട് ചെയ്യുന്നു. മാൾട്ടേസ് ആണെങ്കിൽ മാൾട്ടോസിനെ ഗ്ലൂക്കോസിന്റെ രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. സൂക്രേസ് ആണെങ്കിലും സൂക്രോസിനെ ഗ്ലൂക്കോസിന്റെ രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. അതിനുശേഷം മുകളിൽ പറഞ്ഞ സൂക്രേസ് പറഞ്ഞു, പിന്നെ ഏതാണ് മാൾട്ടേസ് പറഞ്ഞു ലാക്ടേസ് ആണെങ്കിലോ ലാക്ടോസിനെ ഗ്ലൂക്കോസിന്റെ രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ ആ 3 പോയിന്റുകൾ ഓർത്ത് വെക്കുക. എന്താണ് ഇറപ്സിന്റെ ഫംഗ്ഷൻ എന്നുള്ളൂടെ പറയാം. നമ്മൾ പ്രോട്ടീനെ ബ്രേക്ക് ചെയ്യുന്ന 2 എൻസൈമുകൾ പറഞ്ഞു. ഏതൊക്കെയാ? ഒന്ന് സ്റ്റൊമക്കിലുള്ള പെപ്സിൻ പറഞ്ഞു, രണ്ടാമത്തത് ഡിയോഡനത്തിലുള്ള ഏതാണ് ട്രിപ്സിൻ പറഞ്ഞു. അപ്പോൾ മൂന്നാമത്തെ ഇറപ്സിൻ ചെയ്യുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറപ്സിൻ ചെയ്യുന്നത് എന്താണ്? ഇറപ്സിൻ ചെയ്യുന്നത് പ്രോട്ടീന്, മിച്ചമുള്ള പ്രോട്ടീനെ സിംപിളർ യൂണിറ്റ്, അതായത് അമിനോ ആസിഡ്സ് ആയിട്ട് ബ്രേക്ക് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ആര് ചെയ്യുക? ഈ പറഞ്ഞ ഇറപ്സിൻ ചെയ്യുക. ഇറപ്സിൻ എവിടെയാണ് കാണപ്പെടുക? ഇൻഡസ്ട്രൈനൽ ജ്യൂസ്. അപ്പോൾ ഇത്രയും മനസ്സിലാക്കി വെക്കുക. ഇവിടെ നിന്ന് എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നു? ഇവിടെ നിന്ന് അബ്സോർപ്ഷൻ എന്നുള്ള ന്യൂട്രീഷൻ്റെ നെക്സ്റ്റ് പാർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ ഡൈജസ്റ്റഡ് ആയിട്ടുള്ള ഫുഡിനെ ബോഡി അബ്സോർവ് ചെയ്യുന്നു. അതിനെയാണ് അബ്സോർപ്ഷൻ ഓഫ് ഡൈജസ്റ്റഡ് ഫുഡ്സ് എന്ന് പറയാം. അപ്പം ഇൻഡസ്റ്റൈനിൽ പൊതുവെ, സ്മോൾ ഇൻഡസ്റ്റൈനിൽ പൊതുവെ സെക്രീഷൻ നടക്കുന്ന എല്ലാ സെക്രീഷൻസും ഏത് മീഡിയത്തിലാണ്? ആൽക്കലൈൻ അല്ലെങ്കിൽ ബേസിക് ഇൻ നേച്ചറാണ്. അപ്പം ഇത്രയും കാര്യം ഓർത്ത് വെക്കുക. നമ്മൾ പറഞ്ഞു അബ്സോർപ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അബ്സോർപ്ഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അബ്സോർപ്ഷൻ നടക്കുന്ന ഏത് സ്ട്രക്ചർ വഴിയാണെന്നുള്ള ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സ്മോൾ ഇൻഡസ്റ്റൈനിലുള്ള വില്ലൈ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഉണ്ട്. ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് എന്നൊക്കെ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ വില്ലൈ എന്ന് പറഞ്ഞ സ്ട്രക്ചർ വഴിയാണ് എന്ത് നടക്കുക? സാധനത്തിൻ്റെ അബ്സോർപ്ഷൻ നടക്കുക. അബ്സോർപ്ഷൻ ഓഫ് ഡൈജസ്റ്റഡ് ഫുഡ് ടേക്സ് പ്ലേസ് ഇൻ സ്മോൾ ഇൻഡസ്റ്റൈൻ ത്രൂ സ്ട്രക്ചേഴ്സ് നോൺ ആസ് വില്ലൈ. ഇപ്പോൾ ലാസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞൊരു സാധനം കൂടെ പറഞ്ഞിരുന്നത് എന്താണ്? ഇലിയം. ഇപ്പം എന്താണ് ഇലിയം? ജജന നമ്മൾ പറഞ്ഞു ഇൻഡസ്ട്രൈനൽ ജ്യൂസിന്റെ സെക്രീഷൻ നടക്കുന്നു. ഒന്നാമത്തേതാണ് ഡിയോഡന, അവിടെ പാൻക്രിയാറ്റിക് ജ്യൂസിന്റെ സെക്രീഷൻ, അതേപോലെ ബൈൽ ജ്യൂസിന്റെ സെക്രീഷൻ നടക്കുന്നു. ഇലിയം എന്ന് പറയുന്നത് സ്മോൾ ഇൻഡസ്റ്റൈൻ്റെ ലാസ്റ്റ് പാർട്ടാണ്. സ്മോൾ ഇൻഡസ്റ്റൈൻ്റെ ലാസ്റ്റ് പാർട്ടായിട്ടുള്ള ഇലിയം ചെയ്യുന്ന ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ലാർജ് ഇൻഡസ്റ്റൈൻ്റെ ഫസ്റ്റ് പാർട്ടായിട്ടുള്ള സീക്കത്തിലേക്ക് കണക്ട് ചെയ്യുന്നു. ലാർജ് ഇൻഡസ്റ്റൈൻ്റെ ഫസ്റ്റ് പാർട്ടാണ് സീക്കം. ഈ സീക്കത്തിലേക്ക് കണക്ട് ചെയ്യുന്ന സ്മോൾ ഇൻഡസ്റ്റൈൻ്റെ പാർട്ട് ചോദിച്ചു കഴിഞ്ഞതാണ് ഇലിയമാണ്. ലാസ്റ്റ് പാർട്ട് ഓഫ് സ്മോൾ ഇൻഡസ്റ്റൈൻ ഇലിയമാണ്. അപ്പോൾ ഇഞ്ചക്ഷൻ എന്നുള്ള പ്രോസസ്സ് കഴിഞ്ഞു. രണ്ടാമത്തെ ഡൈജഷൻ എന്നുള്ള പ്രോസസ്സ് കഴിഞ്ഞു. ഇപ്പോൾ ഏത് പ്രോസസ്സാണ് സ്മോൾ ഇൻഡസ്റ്റൈനിൽ പൂർത്തിയാവുക? അബ്സോർപ്ഷൻ എന്നുള്ള പ്രോസസ്സും ഇവിടെ തന്നെ പൂർത്തിയാവുന്നു. ശരിയാണല്ലോ? അങ്ങനെയാണെങ്കിൽ ഇനി പറയുന്നതിൽ നെക്സ്റ്റ് പാർട്ടായിട്ട് വരുന്നതായിരിക്കും ന്യൂട്രീഷൻ്റെ പ്രോസസ്സ്. ന്യൂട്രീഷൻ നെക്സ്റ്റ് പാർട്ടായിട്ട് വരിക അസിമിലേഷനാണ്. എന്താണ് അസിമിലേഷൻ എന്ന് പ്രത്യേകിച്ച് ഡെഫിനേഷൻ ആവശ്യമില്ല. അബ്സോർവ് ചെയ്ത ഫുഡിനെ ബോഡി യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് അസിമിലേഷൻ എന്ന് പറയുക. ബോഡി ദൈനംദിന ആവശ്യങ്ങൾക്കായിട്ട് അബ്സോർവ് ചെയ്യപ്പെട്ട ഫുഡിനെ, അബ്സോർബ്ഡ് ആയിട്ടുള്ള ഡൈജസ്റ്റഡ് ഫുഡിനെ അബ്സോർവ് ചെയ്യുന്നു. ഈ അബ്സോർവ് ചെയ്യപ്പെട്ട സാധനത്തിനെ ബോഡി യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ്, എനർജി ആയിട്ട് യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് അസിമിലേഷൻ എന്ന് പറയുക. സ്വാഭാവികമായിട്ട് എല്ലാ സാധനവും അബ്സോർവ് ചെയ്യപ്പെടത്തില്ല. അപ്പോൾ എല്ലാ സാധനം അബ്സോർവ് ചെയ്യപ്പെടാത്തതുകൊണ്ട് തന്നെ അബ്സോർവ് ചെയ്യാത്ത അല്ലെങ്കിൽ ഡൈജസ്റ്റ് ആവാത്ത അൺഡൈജസ്റ്റഡ് ആയിട്ടുള്ള ഫുഡിനെ എന്ത് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ട്? അൺഡൈജസ്റ്റഡ് ആയിട്ടുള്ള ഫുഡിനെ ഫീസസ് എന്നുള്ള ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഫീസസ് എന്നുള്ള ഫോമിലേക്ക് അൺഡൈജസ്റ്റഡ് ആയിട്ടുള്ള ഫുഡിനെ കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്ത് പറയുക? ലാസ്റ്റ് പ്രോസസ്, ന്യൂട്രീഷൻ്റെ ലാസ്റ്റ് പ്രോസസ് ആയിട്ടുള്ള ഡെഫിക്കേഷൻ എന്ന് പറയാം. കൺവേർഷൻ ഓഫ് അൺഡൈജസ്റ്റഡ് ഫുഡ് ഇൻ ടു ഫോം ഓഫ് ഫീസസ്. ഈ ഫീസസ് ആണ് പിന്നെ എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റ് ആയിട്ട് ANS വഴി ബോഡിയിൽ നിന്നും പുറന്തള്ളപ്പെടുക. അപ്പോൾ ഫീസസ് എന്നുള്ള രൂപത്തിലേക്ക് അൺഡൈജസ്റ്റഡ് ഫുഡിനെ കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനാണ് ഡെഫിക്കേഷൻ എന്ന് പറയുക. ഡെഫിക്കേഷൻ പ്രധാനമായിട്ടും നടക്കുന്ന എവിടെയാണ്? ലാർജ് ഇൻഡസ്റ്റൈനിലാണ് പ്രധാനമായിട്ട് നടക്കുക. അപ്പോൾ ലാർജ് ഇൻഡസ്റ്റൈൻ്റെ ഫസ്റ്റ് പാർട്ട് ഓഫ് ലാർജ് ഇൻഡസ്റ്റൈൻ ഓൾറെഡി നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഏതാണ്? സീക്കം. സ്മോൾ ഇൻഡസ്റ്റൈൻ്റെ ലാസ്റ്റ് പാർട്ട് ഇലിയമാണ്. ഇലിയത്തിൽ നിന്നും ലാർജ് ഇൻഡസ്റ്റൈൻ്റെ ഫസ്റ്റ് പാർട്ടായിട്ടുള്ള സീക്കത്തിലേക്കാണ് കണക്ട് ചെയ്യപ്പെടുക. ഇത്രയും പോയിന്റ് ഓർത്ത് വെക്കുക. അപ്പം നമ്മൾ 5 പ്രോസസ്സുകൾ പറയും ന്യൂട്രീഷൻ്റെ. ഏതൊക്കെയാ? ഇഞ്ചക്ഷൻ പറഞ്ഞു, ഡൈജഷൻ പറഞ്ഞു, അബ്സോർപ്ഷൻ പറഞ്ഞു, അസിമിലേഷൻ പറഞ്ഞു, പിന്നെന്ത് പറഞ്ഞു? പിന്നെ ഡെഫിക്കേഷൻ പറഞ്ഞു. ഡെഫിക്കേഷൻ എന്താണെന്ന് മറന്നു പോകല്ലേ? ഡെഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അൺഡൈജസ്റ്റഡ് ആയിട്ടുള്ള ഫുഡിനെ ഫീസസ് എന്ന് പറഞ്ഞ രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ട്? അൺഡൈജസ്റ്റഡ് ആയിട്ടുള്ള ഫുഡിനെ ഫീസസ് എന്ന് പറഞ്ഞ രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റ് ആയിട്ട് പുറന്തള്ളാൻ വേണ്ടിയിട്ട്, അതായത് ഡൈജസ്റ്റ് ചെയ്യാൻ അബ്സോർവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നു? എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റ് ആയിട്ട് പുറത്തേക്ക് പോകുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. അപ്പോൾ ബൈൽ ജ്യൂസ് സെക്രീറ്റ് ചെയ്യുന്ന ആരാന്ന് ഓർത്ത് വെക്കുക. എമൽസിഫിക്കേഷൻ ഓഫ് ഫാറ്റ് ചെയ്യുന്ന ആരാന്ന് ഓർത്ത് വെക്കുക. ട്രിപ്സിൻ എവിടത്തെ എൻസൈമാന്ന് ഓർത്ത് വെക്കുക. എന്തുകൊണ്ടാണ് പാൻക്രിയാറ്റിക് ജ്യൂസ് കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് ജ്യൂസ് എന്നറിയപ്പെടുക എന്നുള്ള പോയിന്റ് ഓർത്ത് വെക്കുക. ഇതൊക്കെ ഓർത്ത് വെക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ 1-2 ഗ്ലാൻഡുകൾ പറഞ്ഞിരുന്നു. ലിവർ എന്താണ് ലിവറിൻ്റെ പ്രത്യേകത? ബൈൽ ജ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലേ. ബൈൽ ജ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരാളാണ്, ഒരു ഗ്ലാൻഡാണ് ലിവർ.
ശരിയാണ്. അതേപോലെ ബൈൽ ജ്യൂസ് സ്റ്റോർ ചെയ്യുന്ന ഗ്ലാൻഡ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഏതാണ്? ഗ്യാൽ ബ്ലാഡർ ആണ്. അപ്പോൾ ലിവർ ബൈൽ ജ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു പറഞ്ഞു. അതുകൂടാതെ ലിവറിന്റെ 2 ഫംഗ്ഷനോട് ഓർത്ത് വെക്കണം. ഫൈബ്രിനോജൻ അല്ലെങ്കിൽ ഫിബ്രിനോജൻ എന്ന് പറഞ്ഞ പ്രോട്ടീനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലാൻഡ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ലിവറാണ്. ഫൈബ്രിനോജൻ അല്ലെങ്കിൽ ഫിബ്രിനോജൻ. എന്താണ് ഫൈബ്രിനോജൻ അല്ലെങ്കിൽ ഫിബ്രിനോജൻ എന്ന് പറയുക? ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്നതിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള പ്രോട്ടീനുകളിൽ ഒരെണ്ണമാണ് ഫൈബ്രിനോജൻ. അപ്പോൾ ഫൈബ്രിനോജൻ അല്ലെങ്കിൽ ഫിബ്രിനോജൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളാണ് എന്ത്? ലിവർ എന്ന് പറയാം. ലിവർ പ്രൊഡ്യൂസസ് ഫിബ്രിനോജൻ വിച്ച് ഈസ് ആൻ എസെൻഷ്യൽ പ്രോട്ടീൻ ഫോർ ബ്ലഡ് ക്ലോട്ടിങ്. അപ്പോൾ ഈ ഫൈബ്രിനോജൻ എന്ന് പറഞ്ഞ പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ആവശ്യമായിട്ടുള്ള വൈറ്റമിനാണ് വൈറ്റമിൻ കെ. വൈറ്റമിൻ കെ എസെൻഷ്യൽ ആണ്. വൈറ്റമിൻ കെയുടെ ഡെഫിഷ്യൻസി ഡിസീസ് നമ്മൾ പഠിക്കുന്നതാണ്. വൈറ്റമിൻ കെയുടെ ഡെഫിഷ്യൻസി ഡിസീസ് യൂഷ്വലി എന്താണ് പറയുന്നത്? നോൺ ക്ലോട്ടിംഗ് ഓഫ് ബ്ലഡ് ആണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്ത് വെച്ചാൽ മതി. ഫൈബ്രിനോജൻ എന്ന് പറഞ്ഞ പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന എവിടെയാണ്? ലിവറിലാണ്. ഫൈബ്രിനോജൻ എന്ന് പറഞ്ഞ പ്രോട്ടീൻ്റെ ഫംഗ്ഷൻ എന്താണ്? ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ സഹായിക്കുന്ന, ഹെൽപ്പ് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പങ്ക് വഹിക്കുന്ന പ്രോട്ടീനാണ് ഫൈബ്രിനോജൻ. അപ്പോൾ ഇതൊന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് വേറൊരു പ്രോട്ടീൻ കൂടെ ഉണ്ട്, ഹെപ്പാരിൻ പ്രോട്ടീൻ. അപ്പോൾ ഇത് പറഞ്ഞു, ഫൈബ്രിനോജൻ ഓർത്ത് വെക്കുക, ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. എന്തായിരിക്കും ഹെപ്പാരിൻ പ്രോട്ടീൻ? ഹെപ്പാരിൻ പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ശരീരത്തിൻ്റെ അകത്ത് ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ പാടില്ല. അപ്പോൾ ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്നത്, ശരീരത്തിൻ്റെ അകത്ത് ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്നത് പ്രിവെൻറ്റ് ചെയ്യുന്ന പ്രോട്ടീനാണ് ഹെപ്പാരിൻ പ്രോട്ടീൻ. ഫൈബ്രിനോജൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ സഹായിക്കുന്നത്. ഇവിടെ മുറിവൊക്കെ ഉണ്ടാവും, ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോട്ടീനാണ്. അപ്പോൾ ഹെപ്പാരിൻ പ്രോട്ടീനോ ശരീരത്തിൻ്റെ അകത്ത് ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്ന, പ്രിവെൻറ്റ് ചെയ്യുന്ന ഒരു പ്രോട്ടീനാണ് ഹെപ്പാരിൻ പ്രോട്ടീൻ. ഈ ഹെപ്പാരിൻ പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളാരാണ്? അത് ലിവറാണ്. അപ്പോൾ ഈ 2 പോയിന്റ് കൂടെ ഇവിടെ ഓർത്ത് വെക്കുക. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത് പാൻക്രിയാസ് ആണ്. പാൻക്രിയാസിൻ്റെ സെക്രീഷനൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു. എന്താണ്? പാൻക്രിയാറ്റിക് ജ്യൂസ് സെക്രീറ്റ് ചെയ്യുന്നു. എൻസൈംസ് ഏതാണ്? ട്രിപ്സിൻ ഉണ്ട്, അമിലേസ് ഉണ്ട്, ലിപ്പേസ് ഉണ്ട്. അതേപോലെ പാൻക്രിയാസ് വേറൊരു രീതിയിൽ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് പാൻക്രിയാസിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുക? പാൻക്രിയാസിൻ്റെ പാർട്ടായിട്ടുള്ള ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്. പാൻക്രിയാസിൻ്റെ ഒരു പാർട്ടാണ് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്. ഈ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലാണ് ആൽഫ സെൽസ് വരിക, ബീറ്റ സെൽസ് വരിക, അതേപോലെ ഡെൽറ്റ സെൽസ് വരിക. ബീറ്റ സെൽസ് ആണ് എന്ത് സെക്രീറ്റ് ചെയ്യുക? ഇൻസുലിൻ എന്നുള്ള ഹോർമോൺ സെക്രീറ്റ് ചെയ്യുക. പാൻക്രിയാറ്റിക് ഹോർമോൺ ആണ്. പാൻക്രിയാസിൻ്റെ ഏത് പാർട്ടിൽ നിന്നാണ് സെക്രീറ്റ് ചെയ്യപ്പെടുക? പാൻക്രിയാസിൻ്റെ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന് പറഞ്ഞ പാർട്ടുണ്ട്. ഈ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലുള്ള ബീറ്റ സെൽസ് ആണ് ഇൻസുലിൻ എന്നുള്ള ഹോർമോൺ സെക്രീറ്റ് ചെയ്യുക. ഇൻസുലിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താണ്? ബോഡിയിലുള്ള ഷുഗറിൻ്റെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന, ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ഹോർമോണാണ്. ഡീറ്റെയിൽ ആയിട്ടുള്ള സാധനങ്ങൾ ആവശ്യമില്ല, നമുക്ക് ആവശ്യമുള്ള പ്രീവിയസിൽ ചോദിച്ചിട്ടുള്ള രീതിയിൽ. അപ്പം ഇത്രയും പോയിന്റുകൾ ഓർത്ത് വെക്കുക. ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ വിവിധ പാർട്ടുകൾ, എക്സ്ട്രാ ആയിട്ട് പറഞ്ഞ 1-2 ഫംഗ്ഷൻസ് ഉണ്ട്. ഏതൊക്കെയാണ് ഈ പാർട്ടുകൾ? ന്യൂട്രീഷൻ്റെ ഏതൊക്കെ പ്രോസസ്സുകൾ എവിടെയൊക്കെ നടക്കുന്നു, ഏതൊക്കെയാണ് അസിഡിക് മീഡിയത്തിലുണ്ടാവുക, കൈം എവിടെയൊക്കെയാണ് അസിഡിക് മീഡിയത്തിലുണ്ടാവുക, എവിടെയൊക്കെയാണ് ബേസിക് മീഡിയത്തിലുണ്ടാവുക, ഇത്തരത്തിലുള്ള പോയിന്റുകൾ മറന്നു പോകരുത്. അപ്പം താങ്ക് യു.